ഗൗതം, അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ശേഖർ എസ് യാദവ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാദപരമായ പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ അറിവ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഡിസംബർ 7-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസംഗം നടന്നത്. അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു വേദിയായിരുന്നു. ആ വേദിയിൽ അദ്ദേഹം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പുറത്താണ് സംസാരിച്ചു തുടങ്ങിയത്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വിവാദപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നത്. അതാണ് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷമടക്കം ഇന്ത്യ സഖ്യമടക്കം പാർലമെൻറ്റിൽ അത് ഉയർത്തി ഇദ്ദേഹത്തിന് നേരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞത്, ഡിസംബർ 7-ാം തീയതി ഇദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് നിർവഹണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യത്തെ അനുസരിച്ചായിരിക്കും. അതാണ് ഹിന്ദുസ്ഥാൻ്റെ ഒരു നിയമം, അങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ തുടങ്ങിയ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വിവാദപരമായിട്ടുള്ള പ്രസംഗമുണ്ടായത്. ഇത്തരം വിഷയങ്ങളാണ് ഇദ്ദേഹം പ്രതിപാദിപ്പിച്ചത്. ഇതാണ് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യം ഇംപീച്ച്മെൻറ്റ് മൂവ്, ഇദ്ദേഹത്തിന് നേരെ ഒരു ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് സുപ്രീം കോടതി ഹൈക്കോടതിയോട്, ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്, സുപ്രീം കോടതി ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടുകയും ഇദ്ദേഹത്തിനോട് ഹാജരാകുവാൻ വേണ്ടിയിട്ട് 17-ാം തീയതിയോ അതോ 18-ാം തീയതിയോ ഇദ്ദേഹം സുപ്രീം കോടതി കൊളീജിയം അതിന് മുമ്പാകെ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് സുപ്രീം കോടതി കൊളീജിയം എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള കൊളീജിയമാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. എന്താ തോന്നുന്നത് ഗൗതമേ, ഈ ഇത്തരത്തിൽ ജഡ്ജിമാരൊക്കെ ഇങ്ങനെ എന്താണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനപ്രകാരമാണ് രാജ്യത്ത് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് ഒരു തരത്തിൽ ശരിയാണ്. കാര്യം ഭൂരിപക്ഷം, അതായത് ഇവിടെ ജനാധിപത്യമാണ്, വോട്ട് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് ഇവിടെ. അപ്പോൾ ജനാധിപത്യം വിനിയോഗിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവനാണ് ഇവിടെ ഭരിക്കുക, അത് സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം മതപരമായിട്ടാണ് ആ കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു വേദിയിലാണ് പറഞ്ഞത്. ആ തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇവിടെ നടക്കണം എന്ന് പറയുന്നതിനോട്, ഇനി ഭൂരിപക്ഷത്തിൻ്റെ മാത്രമല്ല ന്യൂനപക്ഷത്തിൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്നതിനോടും ഈ ഏത് തരത്തിലായാലും ഒരു ജഡ്ജി ഇങ്ങനെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു ജഡ്ജാണെന്ന് നമുക്കറിയാം, എങ്കിലും അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൗരനാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സിറ്റിസൺസിനുമുള്ള അതേ തുല്യ അവകാശം പല കാര്യങ്ങൾ പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിനുമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനൊക്കെ അദ്ദേഹത്തിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത്തരം ഒരു കാര്യം പറയുന്നതിൽ, അദ്ദേഹത്തിൻ്റെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണെങ്കിൽ അതിനെ നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള പ്രയാസവും ഇല്ല. നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ഗണപതി പൂജയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി വന്നതിനെയൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ധൻഖറിനെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് പ്രതിപക്ഷം കടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവായിട്ടാണ് ഉപരാഷ്ട്രപതി പ്രതികരിക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം നീങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ നടപടികളിലൊക്കെ നീങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടത്. അപ്പം വലിയ രീതിയിൽ നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നു എന്ന ധ്വനി ഉയർത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഏറെ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് താല്പര്യത്തെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണമെന്ന് ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരു ആൾ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതുവാൻ വേണ്ടി സാധിക്കുക. അതങ്ങനെ തന്നെയാണ്. അല്ല, ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടൊന്നും തന്നെ അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ മറ്റ് ഡെറിഗ്രേറ്ററി ആയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ, അതായത് ഇത് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ജഡ്ജാണ്. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഒക്കെ വ്യക്തിപരമായ പൊളിറ്റിക്സോ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ നമുക്ക് സോഷ്യൽ മീഡിയയിലൊന്നും ഉപയോഗിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അത് അവർക്ക് അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വോട്ടിങ്ങിൽ അത് പറയാം. അതാണ് ഏറ്റവും ആത്യന്തികമായ നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത്.
അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജുഡീഷ്യൽ ഓഫീസർ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവരവരുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവരവരുടെ താല്പര്യങ്ങൾ വിളിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയുന്നവർ അത് നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മതത്തിനനുകൂലമായിട്ട് ഭൂരിപക്ഷം എന്ന് ഉദ്ദേശിച്ചത് ഒരു ഹിന്ദു മതമാണല്ലോ ഇവിടെ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്നത്, സനാതന സംസ്കാരമാണ് ഇവിടെ ഭൂരിപക്ഷമായി നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം മാത്രമേ ഭാരതത്തിൽ നടക്കാൻ പാടുള്ളൂ എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം എന്ന രീതിയിലാണോ പറഞ്ഞത്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു വേദിയിലാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത്, രണ്ട് അദ്ദേഹം മുസ്ലിമുകൾക്കെതിരായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, മുസ്ലിം എന്ന് പറയുന്നത് ഒരു ചില കീഴ്വഴക്കങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഒരു ജഡ്ജിയാണ്, നമുക്കറിയാം, പ്രാർത്ഥന പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഇപ്പോൾ കോടതിയിൽ പോകുന്ന പല വക്കീലന്മാരും ചന്ദനം തൊട്ടും കുറി തൊട്ടിട്ട് വാദിക്കാൻ വേണ്ടി പോകുന്ന നിരവധി ആളുകളുണ്ട്. അപ്പം വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിന് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല, ഒന്നതാണ് സത്യം. ഇംപീച്ച്മെന്റിന്റെ പുറത്ത് ഇതുവരെ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ഒരു ജഡ്ജിയും ഇതുവരെ പുറത്തായിട്ടില്ല എന്നുള്ളതൊരു ചരിത്രം തന്നെ. അതെ, അത് കേന്ദ്ര സർക്കാരോട്ട് നടപടി എടുക്കാനും പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ തമിഴ്നാട് കോടതിയുടെ, അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ വിധി പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അണ്ണാ ഡി എം കെയുടെ വനിതാ നേതാവിനെതിരെയായിരുന്നു പരാതി വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ പ്രകടിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷെ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ തോന്നിവാസം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഏത് സ്വാതന്ത്ര്യം അവരെന്താ കാര്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനും ഏതൊരു സ്വാതന്ത്ര്യത്തിനും നമ്മുടെ മൂക്കിനറ്റം വരെയാണ് ലിമിറ്റ് എന്ന് പറയും. അതായത് ഭരണഘടനയോളമാണ് നമുക്ക് ആ ലിമിറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് ലിമിറ്റ് ഇല്ല. അല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല, സ്വാതന്ത്ര്യം. ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു അവകാശം തന്നെയാണ് ഈ ജഡ്ജി, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പ്രകടിപ്പിച്ചത്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഒരു ഡിവൈഡിങ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഡിവൈഡിങ് ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണത്. കാരണം മുസ്ലിങ്ങൾ എന്താണ് വിചാരിക്കുക, മറ്റു മത വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികൾ എന്താണ് വിചാരിക്കുക, ഇവിടെ ഒരു നിയമം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഇസ്ലാമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പം അദ്ദേഹം നീതിയുക്തമായിട്ടാണ് ആ കേസ് വിധിച്ചതെന്ന് വിചാരിച്ചോ, ഹിന്ദുക്കൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിന് അനുകൂലമായിട്ട്. പക്ഷേ എന്താണ് കരുതുക, വിശ്വാസം നഷ്ടപ്പെടും. അതായത് ഒരു ഓഫീസർ ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും പരമപ്രധാനമായി നിൽക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കേസുകളും നമ്മൾ തള്ളിപ്പോയി എന്ന് വിചാരിക്കുന്ന കേസുകളിലടക്കം പലരും ശിക്ഷിക്കപ്പെട്ടത് ജുഡീഷ്യറിയുടെ ഒരു ആത്മവീര്യം അതുപോലെ തന്നെ ധൈര്യമൊക്കെ കൊണ്ടാണ്. നല്ല ജുഡീഷ്യൽ ഓഫീസർ ഉണ്ടായിരുന്നു, നമുക്ക് വി ആർ കൃഷ്ണയ്യരെ പോലുള്ള നല്ല ജഡ്ജിമാരുണ്ടായിരുന്നു, നല്ല നിയമം നടപ്പിലാക്കുന്ന നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ജഡ്ജസ് കോടതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവർ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വിളിച്ച് പറയരുത്. കാരണം വ്യക്തിപരമായ മറ്റെന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും മതത്തെയോ ജാതിയെയോ ബാധിക്കുന്ന ഒരു പൊളിറ്റിക്സിനെയോ ബാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള വിശ്വാസം മറ്റു വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ അതായത് ഹിന്ദുവിന് മാത്രമായൊരു രാജ്യം എന്ന കൺസെപ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. കാരണം ഹിന്ദുവിനെ എന്തും കാണിക്കുക, മറ്റുള്ളവർ ഹിന്ദുവിൻ്റെ അടിമയായി കഴിയണമെന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല. അത് ഭാരതത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവുമല്ല. നമ്മൾ വരുന്നവരെ മുഴുവൻ അതിഥികളായി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിഥി ദേവോ ഭവ എന്ന് പഠിപ്പിച്ചൊരു സംസ്കാരമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താ, ഇവിടേക്ക് കയറി വന്നിട്ട് ഇവിടെ തീവ്രവാദം നടത്തുകയും ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ പറയുകയും ഭാരതത്തിൻ്റെ പൈതൃകവും ഭാരതത്തിൻ്റെ തനതായ സംസ്കാരവും എല്ലാം മോശമാണെന്ന് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സുഡാപ്പി കുഞ്ഞുങ്ങളുണ്ട്. ഈ സുഡാപ്പി സംസ്കാരത്തിനെതിരായിക്കൊണ്ട് ശക്തമായ പോരാട്ടം വേണം, അതിലൊരു സംശയവുമില്ല ആ കാര്യത്തിൽ എന്ന് കരുതിയിട്ട് മുസ്ലിം വിഭാഗമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള വിഭാഗത്തിനോ അവരുടെ ഒരു വികാരത്തിന്, ആത്മാഭിമാനത്തിന് പോറലേൽക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് പ്രത്യേകിച്ച് UP ആണ്, അലഹബാദ് ഹൈക്കോടതിയാണ്. യോഗി ആദിത്യനാഥ് ഇദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചില സത്യങ്ങൾ ആളുകൾ വെളിപ്പെടുത്തുമ്പം പല ആളുകൾക്കും അത് പിടിക്കില്ല എന്നാണ് യോഗിയുടെ പ്രതികരണം. സംഭവം അതായത് ഈ
ഇപ്പം ഞാൻ പറയാം എന്താണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വഖഫ് നിയമം കൊണ്ടുവന്നല്ലോ, ഇത്തരം വഖഫ് പോലുള്ള ഒരുപാട് നിയമങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ന്യൂനപക്ഷ പ്രീണനമായി കൊണ്ടുവന്ന ചില സാധനങ്ങളാണ്. അതൊക്കെ അതിനെതിരെയൊക്കെ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്, മറ്റുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ ബെഞ്ചിനും ഒക്കെ തീരുമാനമെടുക്കാം. പക്ഷേ അവനവൻ്റെ പൊളിറ്റിക്സ് ഈ ജഡ്ജ് അല്ലെങ്കിൽ നിയമപാലന രംഗത്തിരിക്കുന്ന ആളുകൾ ആ സമയത്ത് പറയരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എന്ത് തന്നെയായാലും ഈ ജഡ്ജി ചെയ്തത് ഒരിക്കലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയല്ല. അല്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ അവകാശത്തെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം മുൻപോട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അത് സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെ വരികയാണ്. അവരിത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. അല്ല, കൊളീജിയത്തിന് ഈ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. കൊളീജിയത്തിന് ഒന്നുകിൽ സ്ഥലം മാറ്റാൻ ശുപാർശ കൊടുക്കാം, അല്ലെങ്കിൽ താക്കീത് കൊടുക്കാം. ഇത് ഇത്ര മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനാണ് ആത്യന്തികമായ പവർ ജഡ്ജസിനെ മാറ്റുന്ന കാര്യത്തിൽ. അതുപോലെ രാഷ്ട്രപതിക്ക് ജഡ്ജിയെ പുറത്താക്കാം, അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യേണ്ടി വരും. അപ്പം 2014 ശേഷം ഇത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളുകൾ കൂടുതലായി രൂപപ്പെട്ടു എന്നാണോ വാർത്ത പറഞ്ഞു വരുന്നത്? അല്ല, 2014 ശേഷം കൂടുതൽ രൂപപ്പെട്ടു എന്നുള്ളതല്ല. ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പല തരത്തിലും, സംവരണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റ് പല കാര്യങ്ങളിലായിക്കോട്ടെ, അമിതമായി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇന്ന് സുഡാപ്പിത്തരത്തിന് ഏറ്റവും കൂടുതൽ വിത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടുന്നതും. കേരളത്തിൽ മാത്രമല്ല, പലയിടത്തും തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ആന്ധ്രയിലുണ്ടായിരുന്നു, കർണാടകയിലുണ്ടായിരുന്നു, പല സ്ഥലത്തുണ്ടായിരുന്നു, ഡൽഹിയിൽ ഉണ്ടായിരുന്നു. സ്ഫോടനം നടക്കുമ്പോൾ പോലും അതിനെതിരെ ഒന്നും പറയാത്ത ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എന്താണ് ഈ സുപ്രീം കോടതി പോലുള്ള, അല്ലെങ്കിൽ ഹൈക്കോടതി പോലുള്ള ഒരു ജഡ്ജിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് നിയമം എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാനും, ന്യായം എന്താണോ, നീതി എന്താണോ, തെളിവുകൾ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ അവരുടെ വ്യക്തിപരമായ പൊളിറ്റിക്സ് ഈ നിയമം നടപ്പിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിയമത്തെ വിധിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൗതമിന് വേറൊരു അഭിപ്രായമാണ്, ഞാൻ അതിനെ മാനിക്കുന്നു. ഞാൻ എന്തായാലും യോഗി ആദിത്യനാഥ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുക എന്നത്, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും കുരുപൊട്ടും. ശരി.